Hi, welcome back to Pixel Compass. നമ്മൾ ഇന്ന് keyframes ഉപയോഗിച്ച് എങ്ങനെ ടെക്സ്റ്റ് അനിമേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് keyframe എന്നുള്ളതാണ്. അപ്പം keyframes എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ടൈമിൽ നിന്നും മറ്റൊരു ടൈമിലേക്ക് ടൈം ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ഒരു പർട്ടിക്കുലർ എലമെന്റിനുണ്ടായ ചേഞ്ചസ്. ആ ചേഞ്ചസ് എന്തും ആവാം. കളർ ചേഞ്ച് ചെയ്യാം, സൈസ് മാറാം, ഒരു ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് മൂവ് ചെയ്യാം, അല്ലെങ്കിൽ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യാം, എന്തും അത് സെറ്റ് ചെയ്യുന്നതാണ് നമ്മൾ keyframes. അപ്പോൾ keyframes ഓരോ ടൈമിങ്ങിന് ഓരോ കീ കൊടുത്താണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് കീയിൽ ഇത് ലെഫ്റ്റ് സൈഡിലാണ് നിൽക്കുന്നത്, സെക്കൻഡ് കീ എത്തുമ്പോഴത്തും ഇത് റൈറ്റ് സൈഡിലേക്ക് വരണം എന്നുള്ള രീതിയിലേക്ക് ചെയ്യുന്നതാണ് keyframe അനിമേഷൻസ്. അപ്പം നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നത് ടെക്സ്റ്റിന് എങ്ങനെ അനിമേഷൻ കൊടുക്കാം. ടെക്സ്റ്റിന് ഓൾറെഡി VN എഡിറ്ററിൽ കുറേ ഇൻബിൽഡ് അനിമേഷൻസ് ഉണ്ട്. അതല്ല നമുക്ക് ഇഷ്ടമുള്ള, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു ടെക്സ്റ്റ് താഴെ നിന്ന് മേളിലേക്ക് വരണം, അല്ലെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വരണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതെങ്ങനെ keyframes ഉപയോഗിച്ച് കൊടുക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം നമ്മുടെ പഴയ ഫയലിൽ നിന്ന് തന്നെയാണ് വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നത്. നേരത്തെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഫയൽ തന്നെ എടുക്കുന്നു. അപ്പോൾ അതിൽ ഓൾറെഡി നമ്മളൊരു മ്യൂസിക് ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു സിംഗിൾ വീഡിയോയുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ. നമ്മളൊരു സിംഗിൾ മ്യൂസിക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മളെ രീതിയിൽ നമ്മൾ keyframes ഉപയോഗിച്ച് എങ്ങനെ ഒരു അനിമേറ്റഡ് ടൈറ്റിൽ ഉണ്ടാക്കാം എന്നുള്ളതാണ്. keyframes എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ അതനുസരിച്ച് നമ്മളൊരു അനിമേറ്റഡ് ടൈറ്റിൽ, അതായത് ചെറിയൊരു മൂവ്മെൻ്റ് ഉള്ള ഒരു ടൈറ്റിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യാം. കാരണം ഇപ്പം നമുക്ക് ടെക്സ്റ്റ് എവിടെയാണോ ആഡ് ചെയ്യേണ്ടത്, അതായത് നമ്മുടെ വീഡിയോയുടെ ഏത് പോർഷനിൽ എത്തുമ്പോഴാണ് നമുക്ക് ടെക്സ്റ്റ് വേണ്ടത്, ആ ഒരു ടൈം എടുത്തിട്ട് നമ്മൾ അവിടെ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പം ആ ഒരു ടൈമിലാവും, ആ ടൈമിൽ നമുക്ക് ടെക്സ്റ്റ് വന്നാൽ മതി. അപ്പോൾ നമ്മൾ ആ ടൈമിൽ കറക്റ്റ് കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം ആഡ് ടെക്സ്റ്റ് കൊടുത്തു. അപ്പം ഓൾറെഡി ഇൻബിൽഡ് ആയിട്ട് കുറേ 2-3 ടെക്സ്റ്റ് അനിമേഷൻസ് ഒക്കെ ഉണ്ട്. നമ്മളതൊന്നും യൂസ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് അത് യൂസ് ചെയ്യാം. നമ്മളിപ്പോൾ keyframe ഉപയോഗിച്ച് സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് എടുക്കുന്നു. സ്റ്റാൻഡേർഡ് ടെക്സ്റ്റിൽ നമ്മളിപ്പോൾ കീന്ന് കൊടുത്തു, ഇൻപുട്ട് ഓക്കെയാണ്. അപ്പം ഇതിൽ നമുക്ക് നോക്കുമ്പോൾ കാണാം, അതായത് നമ്മൾ ഒരു ജസ്റ്റ് ടെക്സ്റ്റ് ആഡ് ചെയ്ത് കഴിയുമ്പം എഡിറ്റ് keyframe ഡിലീറ്റ് അടിച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആഡ് ചെയ്തിരിക്കുന്ന ഈ ലെയർ, ടെക്സ്റ്റ് ലെയർ പോവും. keyframes വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എഡിറ്റ് എന്ന് വെച്ചാൽ നമ്മൾ എഡിറ്റ് കൊടുക്കുന്നതനുസരിച്ച് അതിനുള്ള ബാക്കിയുള്ള മാറ്റങ്ങളൊക്കെ നമുക്ക് വരുത്താം. അപ്പോൾ ആദ്യം നമ്മളിവിടെ ഫോണ്ട്, ഇവിടെ പല ഓപ്ഷൻസ് ഉണ്ട്. അതിനകത്ത് നമുക്ക് ഫോണ്ട് സെലക്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി കുറച്ച് ഫോണ്ട് ഇവിടെ തന്നിട്ടുണ്ട്. VN എഡിറ്ററിൽ ഓൾറെഡി കുറച്ച് ഫോണ്ട്സ് ഉണ്ട്. ഇതില്ല എങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ ആഡ് ചെയ്യാം. അപ്പോൾ ആഡ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെന്നെങ്കിലും ഫയൽ മാനേജറിൽ എവിടെയെങ്കിലും നിങ്ങൾ ഫോണ്ട് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫോണ്ട് നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോണ്ടിൽ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ അതായത് നമ്മുടെ ഒലി സ്ക്രിപ്റ്റ് എന്നുള്ളൊരു ഫോണ്ട് എടുത്തു. keyframe കീ എന്നുള്ളതിൻ്റെ ഒരു കുറച്ച് വലുതാക്കി സൈസ് കൊടുത്തു. അപ്പം ഇതാണ് ഇതിപ്പോൾ സാധാരണ രീതിയിൽ ജസ്റ്റ് ടെക്സ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ വീഡിയോ പ്ലേ ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ വന്നു, ആ ഒരു ലെങ്ത് തീർന്നു കഴിയുമ്പോൾ ഓഫായി പോകുന്നു. അപ്പോൾ keyframes ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് വെച്ചാൽ നമ്മുടെ ടൈം ഓൾറെഡി നമ്മുടെ ഫൈനൽ വീഡിയോയ്ക്ക് എത്ര ടൈം വേണം, എന്തൊക്കെ വേണം എന്നൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്തതിന് ശേഷമേ keyframe ചെയ്യാവുള്ളൂ. കാരണം നമ്മുടെ മെയിൻ ടൈം ലൈൻ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ keyframesൽ കൊടുത്തേക്കുന്ന ടൈമിങ്സിന് വ്യത്യാസം വരും. അതുകൊണ്ട് ഓൾറെഡി നമ്മൾ അതായത് നമ്മുടെ മെയിൻ വീഡിയോ എത്ര സെക്കൻഡാണോ, 30 ആണോ, 30 സെക്കൻഡാണോ, 10 സെക്കൻഡാണോ, അല്ലെങ്കിൽ 10 മിനിറ്റ് ആണോ എന്നുള്ളതൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്തതിന് ശേഷമേ ടൈറ്റിൽ ആഡ് ചെയ്യുകയും keyframes കൊടുക്കാൻ പോവുകയും. ടൈറ്റിൽ ആഡ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല, keyframes കൊടുക്കാൻ പോകാവുള്ളൂ. അപ്പോൾ നമ്മളിത് നേരെ സെലക്ട് ചെയ്തു. അപ്പം നമുക്കറിയാം ജസ്റ്റ് അതിങ്ങനെ വന്നു കഴിയുമ്പോൾ keyframe എന്നുള്ളതിൻ്റെ ആ ഒരു ഡയമണ്ട് ബട്ടൺ ഇങ്ങനെ ഹൈഡായി കിടക്കുന്നത് ആക്റ്റീവായി വരുന്നുണ്ട്. അപ്പം നമ്മൾ ഇന്ന് കീ കൊടുക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇവിടെ ആവുമ്പോഴത്തും, അത് ഈ ഒരു വീഡിയോ വന്ന് ഇത്ര ആവുമ്പോഴത്തും നമുക്ക് നമ്മുടെ വേർഡ് ഈ ലെഫ്റ്റിൽ ഇങ്ങനെ വേഗം വന്നിട്ട് ഇവിടെ വന്ന് നിന്നതിന് ശേഷം പയ്യെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരുന്നിട്ട് ലാസ്റ്റ് ആകുമ്പം ഒരൊറ്റ പോക്ക് റൈറ്റ് സൈഡിലേക്ക്. ആ രീതിയിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ keyframe സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കീ ഇവിടെ അല്ല വേണ്ടത്. നമ്മുടെ കീ എന്നുള്ള ലെറ്റർ അല്ലെങ്കിൽ ആ ഒരു വേർഡ് ഇവിടെ അല്ല വേണ്ടത്. ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കിത് ഏറ്റവും എൻഡിലായിരിക്കും വേണ്ടത്. സ്റ്റാർട്ട് ചെയ്തൊരു ഇത്ര സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ ഇത്ര മില്ലി സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ നടുക്ക് വന്നാൽ മതി. നമ്മളെന്ത് ചെയ്യും, ഇത് സ്റ്റാർട്ടിങ് കയറുന്ന സ്ഥലത്ത് അവിടെ കീ വരുമ്പോൾ
അവിടെ കീ ആഡ് ചെയ്തു. അപ്പോൾ കീ ആഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഇതിനകത്ത് എന്ത് ഓപ്ഷൻസ് മാറ്റം വരുത്തിയാലും അത് ആ കീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പോവുക. അതായത് ആ സെക്കൻഡിൽ അതിൻ്റെ പൊസിഷൻ ഇതാണ്, സെൻറ്ററാണ്, അല്ലെങ്കിൽ ഈ സെക്കൻഡിൽ അതിൻ്റെ കളർ ഇതാണ്, അല്ലെങ്കിൽ ആ സെക്കൻഡിൽ അതിൻ്റെ സൈസ് ഇതാണ്, അങ്ങനെയാണ് അത് സെറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിപ്പോൾ വേണ്ടത് സെൻറ്ററിലല്ല, അതായത് ആ ഫസ്റ്റ് സെക്കൻഡ് അത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം നമുക്കിത് സെൻറ്ററിലല്ല വേണ്ടത്. ഞാനിത് ഏറ്റവും ലെഫ്റ്റിൽ, ഇപ്പം നിങ്ങൾക്ക് വെളിയിൽ കൊണ്ടുപോകാൻ ഇങ്ങനെ കൈ കൊണ്ട് സ്ക്രോൾ ചെയ്യാൻ പറ്റുന്നെങ്കിൽ ജസ്റ്റ് സെലക്ട് ചെയ്യുക, എന്നിട്ട് സ്ക്രീനിൻ്റെ ഏതെങ്കിലും ഒരു പോർഷനിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് തന്നെ ഏറ്റവും അങ്ങ് അറ്റത്ത് വരെ പോകും. അപ്പോൾ നമ്മൾ അവിടെ കീ ആഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ മൂവ് ചെയ്ത് ഇത്ര സെക്കൻഡ് വരുന്ന സമയത്ത്, ഇത്ര മില്ലി സെക്കൻഡ് വന്ന സമയത്ത് ആ സാധനം നമുക്ക് നടുക്ക് വേണം. അപ്പം ഇതിൽ കുറച്ച് ഗൈഡഡ് ലൈൻസ് ഒക്കെ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് കറക്റ്റ് നടുക്കൊക്കെ പ്ലേസ് ചെയ്യാൻ എളുപ്പമാണ്. ഇങ്ങനെ ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു 4 സൈഡിൽ നിന്ന് 4 വര വന്നിട്ട് സെൻറ്ററൊക്കെ കറക്റ്റ് ചെയ്ത് തരും നമുക്ക്. ഇപ്പോൾ കണ്ടോ, അതായത് ആദ്യം നമ്മൾ ഒരു കീ ആഡ് ചെയ്തുള്ളൂ, പക്ഷേ ഇവിടെ നമ്മളത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്ന പൊസിഷനിൽ ഒരു ഡയമണ്ട് അതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇനി ഓരോരോ ചേഞ്ച് വരുന്നതനുസരിച്ച് ഇങ്ങനെ ഡയമണ്ട് അതിനകത്ത്, അപ്പോൾ ഇനീഷ്യൽ മാത്രമേ നമുക്ക് ശരിക്കും, അല്ലെങ്കിൽ എന്ത് കീയാണ് കൊടുക്കേണ്ടത്. ഇപ്പം നിങ്ങൾക്കത് എക്സാമ്പിൾ അറിയണമെങ്കിൽ കണ്ടോ, ഇപ്പോൾ നമ്മൾ കീ കൊടുത്തത് സൈഡിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പം സൈഡിലേക്ക് ആക്കിയതിന് ശേഷം എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നീട് നിങ്ങൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുമ്പോഴാണ് ഇതിനകത്ത് ഓരോരോ കീ വരുന്നത്. അപ്പം നമ്മൾ കണ്ടോ, സെൻറ്ററിൽ നമ്മൾ അത് ആഡ് ചെയ്തതിന് ശേഷം, പൊസിഷൻ ചേഞ്ച് ചെയ്തതിന് ശേഷം അവിടെ ഒരു കീ വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്കത് റൺ ചെയ്ത് നോക്കുമ്പോൾ അറിയാതെ അല്ലേ, സ്റ്റാർട്ടിങ്ങിൽ അത് അങ്ങ് ലെഫ്റ്റ് സൈഡിലാണ്, അത് ഞാൻ കീ മൂവ് ചെയ്യുന്നതനുസരിച്ച് ആ കീയുടെ അവിടെ എത്തിയപ്പം അത് കറക്റ്റ് നമ്മൾ വെച്ച പൊസിഷനിൽ വന്നു. പിന്നെ അത് ആ കീ അങ്ങനെ തന്നെ ത്രൂ ഔട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് വേറെ കീ ആഡ് ചെയ്യുന്നവരെ. ഇപ്പം നമുക്ക് അല്ലാതെ നോർമൽ സ്പീഡിലൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. കണ്ടോ, അപ്പോൾ ഇങ്ങനെ സ്പീഡായിട്ട് വന്ന് നിന്നു. അപ്പോൾ നമുക്ക് സ്പീഡായിട്ട് നിന്നാൽ മാത്രം പോരെ, പയ്യെ ചെറിയൊരു മൂവ്മെൻറ്റ് വേണം റൈറ്റ് സൈഡിലേക്ക്. അപ്പോൾ ചെറിയൊരു മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നമ്മളത് സെൻറ്ററിൽ വന്നു, കുറച്ച് നേരം അവിടെ സെൻറ്ററിൽ തന്നെ നിൽക്കണം. അപ്പം നമ്മൾ ഒന്നുകൂടി പ്ലേ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഇവിടം വരെ, അതായത് ഇത്ര സെക്കൻഡ്, ഈ സെക്കൻഡ് വരെ, അതൊരു 2 സെക്കൻഡ് വരെ, 2 അല്ലെങ്കിൽ 2.5 സെക്കൻഡ് വരെ നമുക്ക് ആ സാധനം ഇങ്ങനെ പയ്യെ ഒന്ന് മൂവ് ചെയ്യണം റൈറ്റ് സൈഡിലേക്ക്. ഞാൻ എന്ത് ചെയ്തു, ഞാൻ അവിടെ സെലക്ട് ചെയ്തു, സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പൊസിഷൻ ചേഞ്ച് ചെയ്ത് ഇത്രയാക്കി. അപ്പം എന്ത് സംഭവിക്കുക, അപ്പോൾ നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. സ്റ്റാർട്ടിങ്ങിൽ വന്നിട്ട് ഇങ്ങനെ മൂവ് ചെയ്ത് നിൽക്കുന്നു അല്ലേ. ഇനിയിപ്പോൾ അങ്ങനെ വേണ്ട, എനിക്ക് ഫസ്റ്റ് സ്പീഡിൽ വരുമ്പോൾ തന്നെ നമുക്ക് സെൻറ്ററിൽ വരണ്ട, ജസ്റ്റ് ഒന്ന് സെൻറ്റർ കയറുന്നതിന് മുമ്പ് വരെ മതി. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഈ ഒരു കീ വരുമ്പോൾ അത് കറക്റ്റ് സെൻറ്ററിൽ വരണം. അപ്പോൾ കീയുടെ അവിടെ കൊണ്ടുവച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ആ കീ അത് റീസെറ്റ് ആവും, കീയിലേക്ക് ആ വാല്യൂ ആഡ് ആവും. അപ്പോൾ എന്താ സംഭവിക്കുക, നേരെ വന്നു, സ്പീഡിന് വന്നു, അങ്ങനെ നിന്നു അല്ലേ. ഇത്രയേ ഉള്ളൂ നമ്മുടെ സംഭവം. അപ്പം ഇത് കീ വന്നു. അപ്പം എനിക്ക് അതേപോലെ തന്നെ റൈറ്റ് സൈഡിൽ നിന്നും ഒരു വേർഡ് ഇത് കണക്ക് സ്പീഡിന് വന്നിട്ട് ലെഫ്റ്റിലേക്ക് പയ്യെ പോയതിന് ശേഷം സ്പീഡിന് പോകണം. അപ്പോൾ അങ്ങനെ ഇതേപോലെ തന്നെ ചെയ്യണം. അത് നമുക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ എന്താ സംഭവം, ഇവിടെ ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ വന്നു, കീ ഇങ്ങനെ വെയിറ്റ് ചെയ്തു അല്ലേ, കീ ഇങ്ങനെ വെയിറ്റ് ചെയ്തു. അതിന് ശേഷം നമുക്ക് ഇനി പെട്ടെന്ന് പോകണം, അതാണ് നമുക്ക് വേണ്ടത്. പെട്ടെന്ന് പോകണമെങ്കിൽ അവിടം വരെ നമ്മുടെ കീയുടെ പൊസിഷൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഇവിടെ സെൻറ്ററിൽ വരെ. അപ്പോൾ അവിടം വരെ ഞാൻ ഒരു കീ ആഡ് ചെയ്തു. അതായത് ഈ 2 കീയുടെ ഇടയ്ക്കും യാതൊരു വ്യത്യാസമില്ല, എന്താണ് കൊടുത്തേക്കുന്നത് അതായിരിക്കും സംഭവിക്കുക അല്ലേ. ആ 2 കീയുടെ ഇടയ്ക്ക് ഒന്നും സംഭവിക്കുന്നില്ല. അതിന് ശേഷം എനിക്ക് എന്ത് ചെയ്യുക, പെട്ടെന്ന് അതൊന്ന് മൂവ് ചെയ്തിട്ട് പോകണം. അപ്പോൾ ഇവിടം വരെ എത്തി. അപ്പോൾ ഇവിടെ വെച്ച് ഞാൻ സെലക്ട് ചെയ്തു, ആ ഒരു ഇത്ര ഗ്യാപ്പിനുള്ളിൽ അത് റൈറ്റ് സൈഡിലേക്ക് പോകണം. എന്നിട്ട് പൊസിഷൻ എടുത്ത് അറ്റത്തേക്ക് മാറ്റി. ഇപ്പോൾ കണ്ടോ, അവിടെ ഓട്ടോമാറ്റിക്കലി നമ്മൾ മാറ്റി അനുസരിച്ച് കീ വന്നു. അപ്പം എന്ത് സംഭവിക്കാമെന്ന് നമുക്ക് നോക്കാം, ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അല്ലേ, അപ്പം നമുക്കത് കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് പോകണമെങ്കിൽ മറ്റേ കീയുടെ കുറച്ചുകൂടി അടുത്തേക്ക് വെച്ചതിന് ശേഷം ആ പൊസിഷൻ സെറ്റ് ചെയ്യുക. പൊസിഷൻ ഫുൾ സെറ്റ് ചെയ്തു.
അപ്പോൾ നമുക്ക് ലാസ്റ്റ് കീ വേണ്ട, അത് റിമൂവ് ചെയ്ത് കളഞ്ഞു. അപ്പം കീയുടെ ദൂരം അടുത്ത് വരുമ്പം സ്പീഡിന് വരും, കീയുടെ ദൂരെ പോകുമ്പോൾ സ്പീഡ് പോകും. കണ്ടോ, ഫാസ്റ്റായിട്ട് നമ്മുടെ ഇപ്പോൾ ആ കീ എന്ന് എഴുതിയേക്കുന്ന വേർഡ് ടൈറ്റിൽ വേഗം വന്നു, ഒന്ന് സ്ലോ ആയിട്ട് നിന്ന് നമ്മൾ കീ കൊടുത്തതിനനുസരിച്ച് പിന്നെ സ്പീഡിന് പോയി. അപ്പോൾ ഇതേപോലെ തന്നെ എനിക്ക് റൈറ്റ് സൈഡിൽ നിന്ന് ഇങ്ങോട്ട് വേണം. അപ്പോൾ ഞാൻ അതേപോലെ തന്നെ ഒരു ഇത് ആഡ് ചെയ്യുകയാണ്. അപ്പം ജസ്റ്റ് ഇവിടെ സെലക്ട് ചെയ്തു, അതായത് ഈ സെലക്ട് ചെയ്തതിന് ശേഷം ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്തു, സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് എടുത്തു. അപ്പോൾ നിങ്ങൾക്ക് കീ ഫ്രെയിംസ് ഒക്കെ ഉപയോഗിക്കണം, ടൈമിങ് കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് സൂം ഇങ്ങനെ 2 പേരെല്ലാം കൂടെ സൂം ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ക്ലിയർ ആയിട്ടൊക്കെ കിട്ടും. പിന്നെ പെട്ടെന്ന് മറ്റേ റൈറ്റ് സൈഡിലേക്ക് കീ പോയ പോലെ നമുക്ക് ഫ്രെയിമും ലെഫ്റ്റ് സൈഡിലേക്ക് പോകണം. അതായത് ഇങ്ങനെ പയ്യെ മൂവ് ചെയ്ത് ലെഫ്റ്റ് സൈഡിലേക്ക് സെറ്റ് ചെയ്തു. അപ്പോൾ എന്ത് സംഭവിക്കാം, നമുക്കിനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. കണ്ടോ, അത് ഒരു അനിമേഷനാണ്. ഇതുപോലൊക്കെ പല രീതിയിലുള്ള അനിമേഷൻ സൈസ് കൂട്ടിയും കുറച്ചും ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം. ഇത് സിമ്പിളായിട്ട് കീ ഫ്രെയിംസ് എങ്ങനെ നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്നുള്ളത് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു എക്സാമ്പിൾ കാണിക്കുന്നത്. അപ്പോൾ വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു അഡീഷണൽ എന്തെങ്കിലും കൂടി നമുക്കൊന്ന് ചേർക്കാം. അതായത് ഇപ്പം ജസ്റ്റ് ഈ സെൻറ്ററിൽ വന്നതിന് ശേഷം കുറച്ച് നേരം നിൽക്കുമ്പോൾ ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും നമുക്കിപ്പോൾ കീയുടെ സെൻറ്റർ, അപ്പോൾ ആ കീയുടെ അവിടെ കൊണ്ടുവന്നു. അപ്പോൾ ഒരു കീയിൽ തന്നെ നമുക്ക് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ആ കീ എന്നുള്ള ടൈറ്റിലിൻ്റെ കളർ അവിടെ എത്തുമ്പോൾ അതിൻ്റെ കളർ വൈറ്റ് ആയിരുന്നു അല്ലേ, എനിക്കത് അടുത്ത എത്തുമ്പോഴത്തും അതിൻ്റെ കളറൊന്ന് മാറ്റണം. അപ്പോൾ ഞാൻ ആ അടുത്ത കീയുടെ അവിടെ കൊണ്ടുവന്ന് ടൈം ലൈൻ വെച്ചു, കളർ സെലക്ട് ചെയ്തു, ഞാൻ റെഡാക്കി, റെഡ് സെലക്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾക്കറിയാം എന്തേ കണ്ടോ, അത് പയ്യെ ഇങ്ങനെ മൂവ് ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെ ആ കീ എത്തുന്ന റെഡായിട്ട് പോവും. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ഇതും നമ്മുടെ ഫ്രെയിമിന് ഞാനൊരു കളർ കൊടുക്കാം. ഫ്രെയിമിന് എന്താ കൊടുക്കുക, ഒരു യെല്ലോ, ഗ്രീൻ, യെല്ലോ കൊടുക്കും. അപ്പോൾ യെല്ലോ കൊടുത്തപ്പോൾ എന്താ സംഭവിക്കുക, ഇപ്പം നിങ്ങൾക്ക് സ്ലോ മോഷനിൽ ചെയ്ത് നോക്കി, യെല്ലോ കൊടുത്തപ്പോൾ സ്ലോ മോഷൻ ചെയ്ത് നോക്കാം. കീ ഫ്രെയിംസ് ഇങ്ങനെ വന്നു, അടുത്ത് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്താൽ അതിൻ്റെ മൂവ്മെൻറ്റ് മനസ്സിലാവും. ഇങ്ങനെ പയ്യെ മൂവ് ചെയ്തു, കുറച്ച് നേരം അനങ്ങാതെ വെക്കുന്നു. അപ്പം നമ്മൾ കൊടുത്ത കളറ് വ്യത്യാസം വരുന്നു, എന്നിട്ട് പോകുന്നു. അത്രയേ ഉള്ളൂ, സിമ്പിൾ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊക്കെ ഉള്ള റൊട്ടേഷൻ ഉപയോഗിച്ചോ സൈസ് ഉപയോഗിച്ചോ അല്ല വേറെ ഏതെങ്കിലും രീതിക്കൊക്കെ എങ്ങനെ ചെയ്യാം എന്നൊക്കെ ഒന്നുകൂടി അറിയണം, അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോയും കൂടി വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ് അനുസരിച്ച് വീണ്ടും വീഡിയോ ചെയ്യുന്നതാണ്. ഇത് വളരെ സിമ്പിളായിട്ട് നമ്മളിവിടെ ആകെ കീയിൽ ഉപയോഗിച്ചേക്കുന്നത് ജസ്റ്റ് പൊസിഷനും അതേപോലെ തന്നെ കളറും മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതല്ല സ്പീഡ് കൂടിയിട്ടുണ്ട് അല്ലെങ്കിൽ സ്പീഡ് കുറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാനനുസരിച്ച് നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതല്ല ഇതുപോണക്കുള്ള നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഇതുപോണക്ക് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് പുതിയൊരു അറിവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുമ്പോഴേക്കും ബൈ.